നമസ്കാരം. പരമശിവൻ നിങ്ങൾക്ക് നൽകുന്ന ആ പ്രധാനപ്പെട്ടതായ സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില ഭാരങ്ങൾ അത് താഴേക്കിറക്കി വയ്ക്കുവാൻ സമയമായി എന്ന് തന്നെയാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്നോ ഭഗവാന്റെ മറ്റ് വിശേഷപ്പെട്ടതായ നാമങ്ങളോ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ, സാമ്യമുള്ളതായ കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുടെ എനർജി, അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടും അവയ്ക്ക് അർഹമായ ഫലം ജീവിതത്തിൽ ലഭിക്കാത്തതായ അവസ്ഥ, ജീവിതത്തിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. കഷ്ടപ്പെടുന്നു, എന്നാൽ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഫലങ്ങൾ പോരാ എന്നതാണ് വാസ്തവം. നിങ്ങളുടെ വിഷമങ്ങൾ, ഭാരങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പുറത്തു പറയണം എന്നില്ല. പലർക്കും നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത വ്യക്തികളായി തോന്നാം. എന്നാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും പുറത്ത് പറയുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പറയണമെന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ ചിലപ്പോൾ സഹിക്കാൻ സാധിക്കാത്തതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരു സാഹചര്യം ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചതായ കാര്യങ്ങൾ അവസാനിക്കാനായി പോകുന്നു. മനസ്സിലെ വേദനകൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, സ്ട്രെസ് എന്നിവയുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ അവ അവസാനിപ്പിക്കുന്നു എന്നും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശത്തിൽ പരാമർശിക്കുന്നു. ആവശ്യത്തിലധികം ജോലിഭാരം, ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതായ വ്യക്തികളാകാം. അവയ്ക്കെല്ലാം ഒരു അവസാനം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. സുഹൃത്തുക്കളുടെ, കുടുംബത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ സഹായത്താലാണ് നടക്കുന്നത് എന്നും കാണുവാനായി സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം പല വ്യക്തികളും സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പലരെയും സഹായിക്കേണ്ടതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അവയ്ക്കെല്ലാം വേണ്ടി സ്വന്തം സമയം വരെ വേണ്ട എന്ന് വച്ച വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതായ സമയം നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ കരുതൽ മറ്റുള്ളവർ തിരിച്ചറിയുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പലരോടും നിങ്ങൾക്കുള്ള ആ സ്നേഹം അതവർ തിരിച്ചറിയുന്നതായ സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാനായി പോകുന്നത്. ഇതുവരെ ചിലപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ അവർ തിരിച്ചറിഞ്ഞ് കാണില്ല എന്നതും വാസ്തവം തന്നെയാണ്. അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ടാകാം, ചിലർ അപ്രകാരവും ചെയ്തിട്ടുണ്ടാകാം എന്ന് കാണുന്നു. എന്നാൽ അതിനെല്ലാം ഒരു അവസാനം സംഭവിക്കാൻ പോകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത്തരം ചില സൂചനകളാണ് ലഭിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഒരു തിരിച്ചടി നിങ്ങൾക്ക് ലഭിച്ചു, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി അത്തരമൊരു അവസ്ഥ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമതകൾ, കണ്ണുനീർ നിങ്ങൾ ഒഴുക്കി എന്നതും വാസ്തവം തന്നെയാണ്. അതിനെല്ലാം ഒരു അവസാനം തന്നെയാണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ്. അവസാനം എന്നാൽ
അതൊരിക്കലും നെഗറ്റീവായിട്ടല്ല, മറിച്ച് പോസിറ്റീവായി തന്നെ നിങ്ങൾ കാണണം എന്നുള്ളതാകുന്നു. നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് മാറി ഒരു ഉയർച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പുതിയ അവസരങ്ങൾ തന്നെയാകാം നിങ്ങളിലേക്ക് വന്നു ചേരുക. നിങ്ങളിൽ ചില സ്വയം മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകേണ്ടത് അനിവാര്യമാണ്. ആ ബോധ്യം നിങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം വിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും തുടങ്ങുവാൻ നിങ്ങൾ സ്വയം ശ്രമിക്കണം എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ തന്നെ നിങ്ങൾ കൂടുതലായും മനസ്സിലാക്കുവാൻ സമയം കണ്ടെത്തും എന്നും കാണുവാനായി സാധിക്കുന്നു. എന്തെല്ലാം നിങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ ഭാരം എന്തെല്ലാമാണ് എന്നും ഈ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും എന്നും വേദനിപ്പിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സംസാരിച്ച് തുടങ്ങുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതായ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം വന്നു ചേരാം. കാരണം നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെ പോലും നിങ്ങളുടെ മനസ്സറിയാതെ പോലും ചിലർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്കൊരു അനിഷ്ടമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സംസാരം അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിലും അതെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അതിന് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രാർത്ഥന. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഭഗവാനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളിലേക്ക് കർമ്മഫലം സ്ട്രഗ്ലിംഗ് ടൈം മാറി കടന്നു വരുന്നു എന്നുള്ളതാണ്. അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. എന്ത് ചെയ്താലും അത് കൃത്യമായി തന്നെ ചെയ്ത് മുഴുവിപ്പിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. ആർഗ്യുമെന്റ്സ് മറ്റുള്ളവരുമായി ഉണ്ട് എങ്കിൽ, അതായത് വാക്ക് തർക്കമുണ്ട് എങ്കിൽ അവയ്ക്കൊരു അവസാനം വന്ന് ചേരുന്നതായ സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അനുഗ്രഹം, സന്തോഷം വന്നു ചേരാനായി പോകുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അനാവശ്യമായ ഇമോഷൻസ്, ചിലവ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വയം കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. സമാധാനവും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യവും വന്നു ചേരുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. സ്വന്തം സമാധാനത്തിന്, സന്തോഷത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒപ്പം നിന്ന് ചതിക്കുന്ന പല വ്യക്തികളെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. പലരുടെയും മുഖം മൂടി തന്നെ അഴിഞ്ഞു വീഴുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങളിൽ നിന്നും പൊട്ടിത്തെറിച്ച് മനസ്സ് ഫ്രീ ആകാൻ പോകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആവശ്യമായ ആ കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്.
അതായത് മനസ്സിലേക്ക് ഒരു ശാന്തത വന്നു ചേരും. ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കണം, മനസ്സിൽ നിന്നും ആ ചിന്തകൾ ഒഴിവാക്കണം എന്ന ബോധ്യം വന്നു ചേരുകയും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. അത്ഭുതകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളാകാം അത്, എന്നാൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാകുന്നു. പുതിയ ബന്ധങ്ങൾ വന്നു ചേരാം, പുതിയ ജോലി നിങ്ങളിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഭഗവാനായി തന്നെ പലവിധ അവസരങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്ന സന്ദേശം തന്നെ അർത്ഥമാക്കുവാൻ ഈ വീഡിയോയിലൂടെ, ഈ അധ്യായത്തിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ സമയം ഭഗവാൻ നൽകുന്നതായ ആ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ സ്വയം സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാക്കുന്നു. ഈ സമയം ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് നിങ്ങൾ നീങ്ങുക.